ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ മത്സരത്തിലാണ് നെയ്മർ ജൂനിയർ തിരിച്ചെത്തിയത്. കുറച്ച് സമയം കളിച്ച നെയ്മർ നല്ല രൂപത്തിൽ കളിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ സ്പോർട്ട് TV ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട്. അതായത് പരിശീലനത്തിൽ നെയ്മർ ജൂനിയർ ആഞ്ചലോട്ടിയെ അത്ഭുതപ്പെടുത്തി, അതല്ലെങ്കിൽ നെയ്മറിൽ ആഞ്ചലോട്ടിക്ക് മതിപ്പ് ഉണ്ടായി. അതുകൊണ്ടാണ് നെയ്മറെ കഴിഞ്ഞ മത്സരത്തിൽ കളിപ്പിക്കാൻ ആഞ്ചലോട്ടി തീരുമാനിച്ചത് എന്നാണ് സ്പോർട്ട് TV പറഞ്ഞിട്ടുള്ളത്. അവരുടെ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. അതായത് കഴിഞ്ഞ മത്സരത്തിന് മുന്നോടിയായുള്ള ബ്രസീലിയൻ ടീമിന്റെ ട്രെയിനിങ്ങിനിടയിൽ നെയ്മർ ജൂനിയർക്ക് ആഞ്ചലോട്ടി ഫ്രീഡം അനുവദിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സമ്മർദ്ദങ്ങൾ ഒന്നും ഇല്ലാതെ ടീമിനോടൊപ്പം ട്രെയിനിങ് നടത്തിയ ഒരു നെയ്മർ ജൂനിയറെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. നെയ്മറുടെ ട്രെയിനിങ്ങിലെ പ്രകടനം അത് ആഞ്ചലോട്ടിയെ വളരെയധികം മതിപ്പ് ഉണ്ടാക്കി എന്നുള്ളതാണ്. ആഞ്ചലോട്ടിയെ അത്ഭുതപ്പെടുത്തി. അക്കാര്യത്തിൽ ആഞ്ചലോട്ടി വളരെയധികം സന്തുഷ്ടനായിരുന്നു. അതുകൊണ്ട് തന്നെ നെയ്മർ ജൂനിയറെ കഴിഞ്ഞ മത്സരത്തിൽ ഉപയോഗപ്പെടുത്താൻ ആഞ്ചലോട്ടി തീരുമാനിക്കുകയായിരുന്നു. 90 മിനിറ്റും കളിക്കാനുള്ള ഒരു കപ്പാസിറ്റി നെയ്മർ ജൂനിയർ ഇപ്പോൾ കൈവരിച്ചിട്ടില്ല എന്ന കാര്യം ആഞ്ചലോട്ടി മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ എത്ര മിനിറ്റാണോ നെയ്മർ കളിക്കുന്നത്, ആ സമയത്ത് പന്ത് കൈവശം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ പന്ത് കൊണ്ട് എന്തെല്ലാം ബ്രസീലിയൻ ടീമിന് നെയ്മർക്ക് ഓഫർ ചെയ്യാൻ കഴിയും എന്ന കാര്യത്തിൽ ഇപ്പോൾ ആഞ്ചലോട്ടിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അതിൽ ആഞ്ചലോട്ടി വളരെയധികം സന്തുഷ്ടനാണ് എന്നാണ് സ്പോർട്ട് TV റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് 90 മിനിറ്റും കളിക്കാനുള്ള ഒരു കപ്പാസിറ്റി നെയ്മർ ജൂനിയർ വീണ്ടെടുത്തിട്ടില്ല. പക്ഷെ എത്ര മിനിറ്റാണോ നെയ്മർ കളിക്കുന്നത്, ആ സമയത്ത് തന്നെ നല്ല നീക്കങ്ങളും മുന്നേറ്റങ്ങളും നടത്താൻ നെയ്മർക്ക് കഴിയും. അതുപോലെ തന്നെ നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ നെയ്മർക്ക് കഴിയും. അത് ആഞ്ചലോട്ടി ട്രെയിനിങ്ങിനിടയിൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ മത്സരത്തിൽ തന്നെ നെയ്മറെ അദ്ദേഹം തിരികെ കൊണ്ടുവന്നത്. ഇനിയുള്ള മത്സരങ്ങളിൽ നെയ്മർ ജൂനിയറെ കാർലോ ആഞ്ചലോട്ടി കൂടുതലായി ഉപയോഗപ്പെടുത്തും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇതൊക്കെയാണ് സ്പോർട്ട് TV പറഞ്ഞിട്ടുള്ളത്. ഏതായാലും നെയ്മറിൽ ഇപ്പോൾ ആഞ്ചലോട്ടി ഹാപ്പിയാണ്. അക്കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അടുത്ത മത്സരത്തിൽ നെയ്മർ സ്റ്റാർട്ട് ചെയ്യുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്നു കാണേണ്ട കാര്യം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.